Hi friends, Assalamu alaikum. Welcome back to Jippo's World. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? നമ്മളെല്ലാവരും ഇപ്പോൾ എന്തായാലും വീട്ടിൽ ബോറടിച്ചിരിക്കുക അല്ലേ? ഇന്ന് നമുക്ക് മാംഗോ വെച്ച് ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെ നോക്കിയാലോ? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കിടിലൻ റെസിപ്പി ആയിട്ടുള്ള, അതായത് ടേസ്റ്റിൽ വെല്ലുന്ന മാംഗോ മൗസിൻ്റെ ഒരു കിടിലൻ റെസിപ്പിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ നമ്മുടെ ഈ ജെപ്പൂസ് വേൾഡ് എന്ന ചാനൽ ആദ്യമായി കണ്ട ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇനിയും ഇതുപോലെയുള്ള കിടക്കാച്ചി റെസിപ്പീസിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അതെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി കിട്ടുന്നതാണ്. ഈ മാംഗോ മൗസി റെസിപ്പി റെഡിയാക്കി എടുക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് 3 മാങ്ങയാണ്. അത് ഞാനിവിടെ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഈ മാങ്ങ എല്ലാം ഇവിടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഈ മാംഗോ ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ദാ ഇതുപോലെ ഇരിക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ. ഇത്രയും തിക്കായിട്ടിരിക്കണം, കണ്ടോ? ഇനി ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 1/2 കപ്പ് പഞ്ചസാര കുറച്ചായിട്ട് ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ നല്ല സ്റ്റിഫിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസെൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മാംഗോ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സ്റ്റിഫിക്സ് ആക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഇട്ട് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ മാംഗോയും വിപ്പിംഗ് ക്രീമും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് അത് രണ്ടും നന്നായിട്ട് യോജിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കിടിലൻ റെസിപ്പി ആയിട്ടുള്ള മാംഗോ മൗസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മേളിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് മാംഗോയും പോംഗ്രാനൈറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ സിമ്പിളായിട്ടുള്ള കിടിലനായിട്ടുള്ള ഈ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണ്, അടിപൊളിയാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. അടുത്ത ഒരു കിടിലൻ റെസിപ്പിയായി കാണും വരെ ബൈ.